പുതിയൊരു ജീവന്റെ വരവ്. ഒരു അമ്മയാവുക എന്നത് ഏതൊരു സ്ത്രീയുടെയും ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷമാണ്. എന്നാൽ ഈ സന്തോഷത്തിനിടയിലും ചില അമ്മമാരുടെ മനസ്സിൽ ഒരു കാർമേഘം പോലെ വിഷാദം തളം കെട്ടി നിൽക്കാറുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? പലപ്പോഴും ആരും ശ്രദ്ധിക്കാതെ പോകുന്ന, തുറന്നു പറയാൻ മടിക്കുന്ന ഒരു യാഥാർത്ഥ്യം. പ്രഗ്നൻസിയിലും പ്രസവം കഴിഞ്ഞിട്ടും അമ്മമാരിലുണ്ടാകുന്ന ഡിപ്രഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇത് നിങ്ങളുടെയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയോ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഗർഭകാലത്തും പ്രസവശേഷവും ഒരു സ്ത്രീയുടെ ശരീരത്തിലും മനസ്സിലും സംഭവിക്കുന്ന മാറ്റങ്ങൾ, ബേബി ബ്ലൂസ്, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, ഗർഭകാല വിഷാദം എന്നിവയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാം. ഇത് സാധാരണമായി സംഭവിക്കുന്ന ഒന്നാണെന്നും കൃത്യമായ പിന്തുണയും ചികിത്സയും വഴി ഇതിനെ അതിജീവിക്കാൻ കഴിയുമെന്നും ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പ്രസവശേഷമുള്ള വിഷാദത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകാം. എന്നാൽ ഗർഭകാലത്ത് പോലും ചില സ്ത്രീകൾക്ക് വിഷാദം വരാം. ഇതിനെയാണ് ആന്റിനേറ്റൽ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഹോർമോണൽ മാറ്റങ്ങൾ, ഗർഭധാരണത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ, കുഞ്ഞിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള പേടി, മുൻപുണ്ടായിരുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഇതിന് കാരണമാകാം. തുടർച്ചയായ ദുഃഖം, സന്തോഷമില്ലായ്മ, ഉറക്കക്കുറവ് അല്ലെങ്കിൽ അമിത ഉറക്കം, വിശപ്പില്ലായ്മ, അമിതമായ ക്ഷീണം, ഏകാഗ്രത കുറവ്, ദൈനംദിന കാര്യങ്ങളിൽ താല്പര്യമില്ലായ്മ, അമിതമായ ഉത്കണ്ഠ എന്നിവയൊക്കെ ഇതിൻ്റെ ലക്ഷണമാണ്. ഗർഭകാല വിഷാദം അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തെ ബാധിക്കാം. അതുകൊണ്ട് ഈ ലക്ഷണങ്ങളെ അവഗണിക്കരുത്. പ്രസവശേഷം ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകളെ നമുക്ക് പ്രധാനമായും രണ്ടായി തിരിക്കാം: ബേബി ബ്ലൂസ് എന്നും പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നും. പ്രസവശേഷം 60-70% സ്ത്രീകളിലും കാണുന്ന ഒരു സാധാരണ അവസ്ഥയാണ് ബേബി ബ്ലൂസ് എന്ന് പറയുന്നത്. ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, തൈറോയ്ഡ് ഹോർമോണുകളുടെ അളവിലുണ്ടാകുന്ന പെട്ടെന്നുള്ള കുറവ് ഒക്കെയാണ് ഇതിന് കാരണം. എളുപ്പത്തിൽ ദേഷ്യം വരിക, കാരണമില്ലാതെ കരയുക, സമ്മർദ്ദം, ഉറക്കമില്ലായ്മ, വിശപ്പില്ലായ്മ ഇതെല്ലാമാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. സാധാരണമായിട്ട് 2-3 ആഴ്ചകളിൽ തനിയെ ഇത് മാറിക്കോളും. ഇതിന് നമ്മൾ പേടിക്കേണ്ട ആവശ്യം ഇല്ല. ബേബി ബ്ലൂസിൻ്റെ ലക്ഷണങ്ങൾ തീവ്രമാവുകയും കൂടുതൽ കാലം നിലനിൽക്കുകയും ചെയ്യുമ്പോൾ ഇത് പോസ്റ്റ്പാർട്ടം വിഷാദമായിട്ട് മാറാം. 15-20% സ്ത്രീകളിൽ ഇത് കാണപ്പെടുന്നു. ഹോർമോണൽ മാറ്റങ്ങൾ, ശാരീരികവും മാനസികവുമായ സമ്മർദ്ദം, ഉറക്കമില്ലായ്മ, പങ്കാളിയുടെ പിന്തുണക്കുറവ്, സാമൂഹിക നിയന്ത്രണങ്ങൾ ഇതെല്ലാമാണ് ഇതിൻ്റെ കാരണങ്ങൾ. തുടർച്ചയായ വിഷാദം, അമിതമായ ദേഷ്യം, ക്ഷോഭം, വിശപ്പിലും ഉറക്കത്തിലുമുള്ള വലിയ മാറ്റങ്ങൾ, കുഞ്ഞിനോടുള്ള അടുപ്പം തോന്നാതിരിക്കുക, താൻ നല്ല അമ്മയല്ലെന്ന് തോന്നുക, ആത്മഹത്യാ ചിന്തകൾ, തീവ്രമായ അവസ്ഥയിൽ കുഞ്ഞിനെ ഉപദ്രവിക്കാനുള്ള ചിന്തകൾ പോലും ഉണ്ടാവാം. ഇതെല്ലാമാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങൾ 15-20 ദിവസമായിട്ടും മാറുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണാൻ നിങ്ങൾ മടിക്കരുത്. ഇതൊരു രോഗാവസ്ഥയാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ ആവശ്യമാണ്. ആദ്യ പടിയായിട്ട് നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക. ആവശ്യമെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിന്റെ സഹായം തേടാവുന്നതാണ്. ഇനിയും ഈ അവസ്ഥകളുടെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാനസികാരോഗ്യ വിദഗ്ധരുമായിട്ട് സംസാരിക്കുന്നത് ഈ അവസ്ഥയെ മറികടക്കാൻ സഹായിക്കും. തീവ്രമായ അവസ്ഥകളിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആന്റി ഡിപ്രസൻ മരുന്നുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇനിയും ഈ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ സ്വയം ശ്രദ്ധിക്കാനുള്ള കുറച്ച് വഴികൾ പറയാം. ആവശ്യത്തിന് വിശ്രമിക്കുക, ഉറങ്ങുക, പങ്കാളിയുമായും സുഹൃത്തുക്കളുമായിട്ടും തുറന്ന് സംസാരിക്കുക, സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക, വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും സഹായം തേടുക, ദിവസത്തിൽ കുറച്ച് സമയം നിങ്ങൾക്കായിട്ട് തന്നെ നിങ്ങൾ കണ്ടെത്തുക. ആത്മഹത്യാ ചിന്തകൾ ഉണ്ടെങ്കിൽ തുറന്ന് സംസാരിക്കുക. ആരോഗ്യകരമായ ഭക്ഷണം, വ്യായാമം, യോഗ, ധ്യാനം എന്നിവ ശീലമാക്കുക. മദ്യപാനം, പുകവലി എന്നിവ ഒഴിവാക്കുക. പോസ്റ്റ്പാർട്ടം വിഷാദത്തേക്കാൾ ഗുരുതരമായ ഒരു അവസ്ഥയാണ് പോസ്റ്റ്പാർട്ടം സൈക്കോസിസ്. ഇത് വളരെ അപൂർവമാണെങ്കിലും അടിയന്തര ചികിത്സ ആവശ്യമാണ്. ആശയക്കുഴപ്പം, ദിശാബോധമില്ലായ്മ, യാഥാർത്ഥ്യബോധമില്ലായ്മ, ആത്മഹത്യാ ശ്രമങ്ങൾ, കുഞ്ഞിനെ ഉപദ്രവിക്കാനുള്ള തീവ്രമായ ചിന്തകൾ ഇതെല്ലാമാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങൾ ആർക്കെങ്കിലും കാണുകയാണെങ്കിൽ ഒരു നിമിഷം പോലും വൈകാതെ വിദഗ്ധ സഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിലോ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലോ ഈ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടാൽ മടിച്ചു നിൽക്കരുത്. ഇതൊരു സാധാരണ രോഗാവസ്ഥയാണെന്നും ചികിത്സയിലൂടെ പൂർണ്ണമായിട്ടും സുഖം പ്രാപിക്കാൻ കഴിയുമെന്നും ഓർക്കുക. ഒരു അമ്മയുടെ പുഞ്ചിരിയാണ് ഒരു കുടുംബത്തിൻ്റെ വെളിച്ചം. ആ വെളിച്ചം മങ്ങാൻ അനുവദിക്കരുത്. മാനസിക ആരോഗ്യം എന്നത് ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഒരു നല്ല കേൾവിക്കാരനോ ഒരു നല്ല കേൾവിക്കാരിയോ ആകാൻ നിങ്ങൾ ശ്രമിക്കുക. അവരെ ചേർത്ത് പിടിക്കുക.
ശ്രദ്ധിക്കുക. കാരണം ചിലപ്പോൾ ഒരു നല്ല വാക്ക് മതിയാകും ഒരു ജീവിതം മാറ്റിമറിക്കാൻ. ഈ യാത്രയിൽ പിന്തുണ നൽകേണ്ടത് കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും കടമയാണ്. ആരെങ്കിലും വിഷാദത്തിലായിരിക്കുമ്പോൾ വിമർശനത്തിന് പകരം, ചോദ്യം ചെയ്യുന്നതിന് പകരം അവരുടെ അടുത്തേക്ക് ചെല്ലുക. നിങ്ങൾ നിങ്ങളുടെ വിഷമം പങ്കുവെച്ചപ്പോൾ ഇത് എല്ലാ അമ്മമാർക്കും ഉള്ളതല്ലേ, വെറുതെ ഓരോന്ന് ചിന്തിക്കാതെ എന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇനി അങ്ങനെ കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സഹായം ആവശ്യമെങ്കിൽ അത് ചോദിച്ചു വാങ്ങാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. നിങ്ങളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുക എന്നത് ഒരു കടമയല്ല, അതൊരു ആവശ്യമാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ലോകം നിങ്ങളെ മനസ്സിലാക്കാനും പിന്തുണയ്ക്കാനും തയ്യാറാണ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാവുന്നതാണ്. നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റൊരാൾക്ക് ആശ്വാസമായേക്കാം. സുഹൃത്തുക്കളെ, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ഒരുപാട് അമ്മമാരുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്ന, എന്നാൽ പലപ്പോഴും ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഗർഭകാലത്തും പ്രസവശേഷവും ഒരു സ്ത്രീ കടന്നു പോകുന്ന മാനസിക സംഘർഷങ്ങൾ എത്ര വലുതാണെന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലായി. ഈ വിഷയത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ഞാനൊരു വിനീതമായ അപേക്ഷ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിലൂടെ ഒരുപക്ഷെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളെ സഹായിക്കാനുള്ള അറിവ് നേടിയിട്ടുണ്ടാകാം. എന്നാൽ നമ്മുടെ ഈ സന്ദേശം കേൾക്കാനോ കാണാനോ കഴിയാതെ വിഷാദത്തിന്റെ ഇരുട്ടിൽ ഒറ്റപ്പെട്ടുപോയ ഒരമ്മയെങ്കിലും ഈ ലോകത്തുണ്ടാകാം. അവർക്ക് വേണ്ടിയാണ് ഈ ഒരു മിനിറ്റ്. നിങ്ങൾക്ക് ഈ ഒരു ഉള്ളടക്കം സഹായകമായി തോന്നിയെങ്കിൽ മാത്രം എൻ്റെ ഈ പരിശ്രമത്തിന് ഒരു ലൈക്ക് തന്ന് പ്രോത്സാഹിപ്പിക്കണം. ഈ വീഡിയോ ഹൈപ്പ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ ഒരു ലൈക്കും ഹൈപ്പും ഈ വീഡിയോയെ കൂടുതൽ ആളുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. നിങ്ങൾക്കറിയാവുന്ന ഗർഭിണിയായ അല്ലെങ്കിൽ പ്രസവിച്ചു കിടക്കുന്ന ഒറ്റപ്പെട്ടു പോയേക്കാവുന്ന ഒരു സുഹൃത്തിനു വേണ്ടിയെങ്കിലും ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. ഒരു ഷെയറിലൂടെ നിങ്ങൾ നൽകുന്നത് വെറുമൊരു ലിങ്ക് അല്ല, ഒരു കൈത്താങ്ങാണ്. ഇതുപോലുള്ള വിഷയങ്ങൾ കൂടുതൽ സംസാരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരുമിച്ച് ഈ നിശബ്ദതയെ മാറ്റിയെടുക്കാം. ഒരാളെയെങ്കിലും രക്ഷിക്കാൻ ഈ വീഡിയോയ്ക്ക് കഴിഞ്ഞാൽ അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് ഞാൻ കാണുന്നത്. നിങ്ങളുടെ പിന്തുണയ്ക്ക് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. നന്ദി. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.